ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ചിലപ്പോ റെക്കോർഡ് കൊടുത്താലും ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്താലും 1-2-3 മിനിറ്റ് ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ട വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എത്രാമത്തെയാ 5 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ? ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. പിന്നെ നമ്മളൊരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ആ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നല്ലൊരു മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് there should be integration of preventive and curative services at all administrative levels. എല്ലാ ഭരണപരമായിട്ടുള്ള തലങ്ങളിലും പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസിന്റെ ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം. Then there should be centralized direction and decentralized action. Centralized direction അതിനനുസരിച്ച് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ ആയിരിക്കണം. പിന്നെ അടുത്ത പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? മുൻഗണനാക്രമത്തിലായിരിക്കണം. ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്, ആവശ്യകതകളെ പാലിക്കുന്ന രീതിയിലായിരിക്കണം ഓരോ ഹെൽത്ത് പ്രോഗ്രാമും പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കി 6ാമത്തെ പോയിന്റ്. ഇഫ് basic health services available, accessible and acceptable to the people. ഒരു മികച്ച ഒരു ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഒരു ബേസിക് അടിസ്ഥാന ആരോഗ്യ സേവനങ്ങള്, ഒരു ഉറച്ച ഒരു അടിസ്ഥാന ആരോഗ്യ സേവനങ്ങള് ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കണം, ലഭ്യമായിരിക്കണം. അക്സസിബിൾ എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ, അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. Then acceptable, അവർക്ക് സ്വീകാര്യമായിരിക്കണം. Okay. A firm health service should be available, accessible, acceptable to the people. ആളുകൾക്ക് എങ്ങനെയാണ് അക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ആൻഡ് അവൈലബിൾ, അവർക്കത് ലഭ്യമായിരിക്കുകയും വേണം. അടുത്ത നോക്കിയേ. Health conscious should be encouraged through health education and by providing opportunities for participation of people in the health program. നമുക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും through health education. Health consciousness should be encouraged through health education. ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ and providing opportunity for participation of people in the health program. ഹെൽത്ത് പ്രോഗ്രാമിന് ആളുകൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള, അവർക്ക് പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നൽകിക്കൊണ്ടും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും നമുക്ക് ഹെൽത്ത് കോൺഷ്യസ്നസ് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, health conscious should be encouraged. എങ്ങനെ? through health education. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. പിന്നെ എന്താ പറഞ്ഞേക്കണം? ഹെൽത്ത് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നൽകുന്നതിലൂടെയും ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിന്ന് ഒന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും നമ്മളൊന്നും എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത് നോക്കിയേ. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻ. ഡോക്ടേഴ്സിനെ എന്തിനായിട്ട് അവരെ പരിശീലിപ്പിക്കണം? ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഓഫ് ഫോർ പീപ്പിൾ. ആളുകൾക്ക് വേണ്ടിയിട്ട്, അവർക്കുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അവരെ അതിനു വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുക. അല്ലെ? സോഷ്യൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൊസൈറ്റിയുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അല്ലെ, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മികച്ച രീതിയിലുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു സോഷ്യൽ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കാൻ ഡോക്ടേഴ്സിനെ ട്രെയിനിങ് കൊടുക്കുക. ആസ് വെൽ ആസ് അതിന്റെ ഒപ്പം തന്നെ എന്താ? ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. ഇതിനു വേണ്ടിയാ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒക്കെ ആയിട്ട് ഒരു സോഷ്യൽ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കാൻ ഡോക്ടേഴ്സിനെ പരിശീലിപ്പിക്കുക.
അടുത്ത നോക്കിയ നെക്സ്റ്റ് പോയിന്റ്, nursing personnel and other associated health personnel should be provided community oriented education. Nursing personnel and or other associated health personnel എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരോഗ്യ സ്റ്റാഫുകൾ, ആരോഗ്യ പ്രവർത്തകര്, ഇവർക്കെല്ലാം എന്ത് ചെയ്യണം? ഷുഡ് ബി പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഒരു സമൂഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. Nursing personnel and other associated health personnel should provide provide പറഞ്ഞേക്കണേ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, അവർക്ക് സമൂഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതിന്റെ മുന്നത്തെ പോയിന്റില് ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. social physician. Okay, അതിന്റെ മുന്നത്തെ പോയിന്റിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ് ത്രൂ എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇനി അടുത്ത നോക്കിയേ, ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡിംഗ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. ന്യൂ കാറ്റഗറീസ്, അതായത് നമുക്ക് പുതിയ കാറ്റഗറിയിൽ വരുന്ന ആളുകള്, സ്റ്റാഫുകള്, ഹെൽത്ത് പേഴ്സണൽ, ആരോഗ്യ പ്രവർത്തകര്, ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. എന്താ പറഞ്ഞേക്കുന്നേ? അവിടെ ആളുകൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള, ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് നൽകുന്നതിന് പുതിയ കാറ്റഗറിയിൽ വരുന്ന, പുതിയവരാണ് അല്ലെ, ന്യൂ കാറ്റഗറിയിൽ വരുന്ന ഹെൽത്ത് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആളുകൾക്ക് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്. പഴയവരൊക്കെ ആണെങ്കിൽ അവർ ഓൾറെഡി അതില് എന്താ പറയാ, അവർക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ടാവും. പുതിയ സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞേക്കുന്നത്. പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. എന്തിനു വേണ്ടിയുള്ള ട്രെയിനിങ്? ആളുകൾക്ക് ഒരു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്. To provide proper service to people. ആളുകൾക്ക് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പുതിയ കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അടുത്തത്, all the system of medicine should be promoted provide decent health care to people. ഇത് നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നേ? ഒരു all the system of medicine should be promoted. പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. എന്തിന്? ടു പ്രൊവൈഡ് ഡീസെന്റ്, മാന്യമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആണ് ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു മെഡിസിൻ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എല്ലാ ആ ഒരു സമ്പ്രദായങ്ങളും ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന്, ആളുകൾക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് എല്ലാ സംവിധാനങ്ങളും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എന്ത് ചെയ്യണം? അതിനെ ഒരു പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, to provide decent health care to people. ആളുകൾക്ക് ഒരു ഡീസന്റ് ആയിട്ടുള്ള, ഒരു മാന്യമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി എന്താണ് എല്ലാ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ, എല്ലാ രീതിയിലും ആ മെഡിസിനില് അങ്ങനെയുള്ള ഒരു സംവിധാനം അതിനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത നോക്കിയേ, യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് വില്ലേജ് ലെവൽ. യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉപയോഗപ്പെടുത്തുക. കമ്മ്യൂണിറ്റി റിസോഴ്സസ്, നമ്മുടെ സമൂഹ അധിഷ്ഠിതമായിട്ടുള്ള വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ആൻഡ് ടു പ്രൊമോട്ട് എന്താ ഈ വില്ലേജ് തലങ്ങളില് ആളുകളുടെ ഹെൽത്ത് പ്രോഗ്രാമുകളുടെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുകയും വേണം. കമ്മ്യൂണിറ്റി റിസോഴ്സുകളെ പ്രയോജനപ്പെടുത്തുകയും അതുപോലെ ഒരു വില്ലേജ് ലെവലില് ഹെൽത്ത് പ്രോഗ്രാംസില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം.
ഇനി അടുത്ത പോയിന്റ് എന്താ? there should be provision for staff development program. എന്തിനുള്ള വ്യവസ്ഥയുണ്ട്? there should be provision for staff development program. സ്റ്റാഫുകളെ വികസിപ്പിക്കുന്നതിനുള്ള, ഒരു സ്റ്റാഫിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം. there should be provision for staff development പ്രോഗ്രാം, അതിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് അതിനകത്ത് പ്രിൻസിപ്പിൾസ് വരുന്നത്. 13 പോയിന്റ്സ് ആണ്. നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും ഫുള്ളൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിൽ നിന്നൊന്നും അങ്ങനെ പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഒന്ന് വായിച്ചു വെച്ചേക്കാം, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ്സ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ്, പേജ് നമ്പർ എത്ര? 61 നിങ്ങൾ അത്രയല്ലേ പറഞ്ഞേ? ഓക്കെ, 42. To promote awareness of health care among all section of the people. എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. ടു പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ, എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം, ഒരു അവയർനെസ്, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ, ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക. ആരില്? എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ, എല്ലാ തലങ്ങളിലുമുള്ള ആളുകള്, എല്ലാ സെക്ഷനിലും, എല്ലാ കാറ്റഗറിയിലും, എല്ലാ തലങ്ങളിലും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ, ഫങ്ഷണറീസ്, ഉദ്യോഗസ്ഥർക്കിടയിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ, ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക. ആരില്? ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. ഇനി രണ്ടാമത്തെ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടു പ്രൊമോട്ട് ദ അവയർനെസ് എമംഗ് ഫങ്ഷണറീസ്, എന്നുവെച്ചാൽ അവരുടെ ഉദ്യോഗസ്ഥര്. ഏതിൽ ഉൾപ്പെടുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതിന് ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ പോയിന്റ്സ് പറയുന്നത്? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ ഒന്ന് വായിച്ചു വെക്കുക നിങ്ങള്. ഇനി പിന്നെ ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്ക് അത് പഠിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ടു എൻകറേജ് റിസർച്ച് in the field of health and hospital management to make the better the efficiency of healthcare delivery system. Healthcare delivery system സംവിധാനങ്ങളുടെ, ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങൾ, ഒരു ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങൾ, അതിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത, അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് to make better the efficiency, എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, എന്തിന്റെ? ഓഫ് ദ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഒരു ആരോഗ്യ പരിചരണ വിതരണ സംവിധാനം, അതിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസർച്ച്, ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ടു എൻകറേജ് റിസർച്ച്
in the field of health and hospital management. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ഓക്കെ, ഷോർട്ട് ചെയ്ത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നതാണ്. വലിയ വലിയ സെന്റൻസുകളാണോ വന്നത്, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ടാമത്തേല് ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ്, അത്രയും മതി. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. എനിക്കൊന്ന് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു ഗവേഷണങ്ങള് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോയിന്റ് ക്ലിയർ അല്ലേ? നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നാലാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽ സർവീസുകള്, ഹോസ്പിറ്റലിന്റെ സേവനങ്ങളുടെ, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ്, അതിന്റെയൊക്കെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് to encourage the development of high quality hospital services and community health care. ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസുകള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, ഇതിന്റെയൊക്കെ വികസനം, ഡെവലപ്മെന്റ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടു എൻകറേജ് ദ ഡെവലപ്മെന്റ്, വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തിന്റെയൊക്കെ? ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, അതിന്റെയൊക്കെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. ഇനി നോക്കി അഞ്ചാമത്തെ പോയിന്റ്, ടു എൻകറേജ് എ മീറ്റിംഗ് for to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of hospital and healthcare delivery system. Okay, hospital and healthcare delivery system, അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. ഒറ്റ സെന്റൻസ് ആട്ടോ അത്, ഒന്ന് ശ്രദ്ധിച്ച്. ഇത്ര ലെങ്തി സെന്റൻസാ. ഇംഗ്ലീഷ് നമ്മൾ സാധാരണ വായിക്കണോ അല്ലെ, ബാക്കിൽ നിന്ന് തന്നെ നോക്കി വായിച്ചു പോയേ. ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. എന്തിനു വേണ്ടി? ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ആരുടെ? ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങള്, ആൻഡ് പബ്ലിക്കിന്റെ, പൊതുജനങ്ങൾ എന്നിവർക്കിടയില് എന്താ ഐഡിയാസും ഇൻഫർമേഷൻസും, അവർക്കുടെ വിവരങ്ങള് ഇതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്, പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗിനെ പ്രോത്സാഹിപ്പിക്കുക. To encourage a meeting for the exchange of ideas and information among ആരുടെയൊക്കെ ഇടയില്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിന്റെ ഇടയില്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ആൻഡ് ഫോർ ദ പബ്ലിക്. ഇവരുടെ എല്ലാവർക്കുടെയും ഇടയില് അവരുടെ ആശയങ്ങളും വിവരങ്ങളും കൈമാറുന്നതിന് വേണ്ടിയിട്ട്, എക്സ്ചേഞ്ച് ചെയ്യാതെ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗിനെ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടി മീറ്റിംഗിനെ പ്രോത്സാഹിപ്പിക്കണം? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അത് അത്രയൊന്നും നോക്കണ്ട, നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ. ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ അത്രയും മതി. അത്ര ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഫർമേഷൻ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടേ ഇടാം. മനസ്സിലായോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ലാസ്റ്റ് ഒടുങ്ങി നോക്കുക കേട്ടോ. ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ പ്ലാനർമാര്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് പബ്ലിക്, പൊതുജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഐഡിയകള്, അവരുടെ ഇൻഫർമേഷൻസ് ഇതെല്ലാം പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക.
ഓക്കെ, ഇൻഫർമേഷൻ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. അത്രയും വലിയ സെന്റൻസ് ഒന്നും ഫുൾ ആയിട്ട് പഠിച്ചു വെക്കണ്ട. ഇനി നോക്കിയേ നെക്സ്റ്റ് 7ാമത്തെ പോയിന്റ് എന്താ? ടു evolve. 6ാമത്തെ പോയിന്റ് അല്ലെ? To evolve norms and standards for accreditation of healthcare organization and to adopt the means of evaluation such as institution to increase the quality of healthcare in the community. എന്താണ് ഇതും ഒറ്റ സെന്റൻസ് ആണ് പറഞ്ഞേക്കുന്നത്. To evolve the norms and standards. To evolve norms and standards. നിയമങ്ങളും പെരുമാറ്റ ചട്ടങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? ടു ഇവോൾവ് ചെയ്യാന്ന് വെച്ചാൽ അത് എന്താ പറയാ, നമ്മൾ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആട്ടോ. വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ടു ഇവോൾവ്. സമൂഹത്തിന്റെ നമ്മളെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. അതാ പറഞ്ഞേക്കണേ, എന്തിനാ? ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങള്, നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വികസിപ്പിക്കുക. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള, ഫോർ ദ അക്രഡിറ്റേഷൻ, എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങള്, പെരുമാറ്റച്ചട്ടങ്ങള്, ഇതെല്ലാം വികസിപ്പിക്കുക. അതുപോലെ തന്നെ അത്തരം സ്ഥാപനങ്ങളുടെ ആ മൂല്യനിർണ്ണയ മാർഗങ്ങള്, രണ്ടാമത്തെ എന്താ പറഞ്ഞ, ആൻഡ് അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണ്ണയ മാർഗങ്ങള് സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ ആ ഫസ്റ്റ് ഓർഗനൈസേഷൻ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട. നിയമങ്ങളും പെരുമാറ്റ ചട്ടങ്ങളും വികസിപ്പിക്കുക. എന്തിനു വേണ്ടി? ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങളും നിയമങ്ങളും വികസിപ്പിക്കുക. അത്രയൊന്ന് നോക്കിയാൽ മതി. അടുത്ത നോക്കിയേ, to provide the opportunities for training and research in all sides of the hospital services, healthcare delivery system and healthcare administration. എന്താ ഇതെല്ലാനും വലിയ വലിയ സെന്റൻസ് ആണ്, പക്ഷെ ചെറിയ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി, എന്തിനുള്ള ഇത് കൊടുക്കുക? ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, എന്ത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക? ഫോർ ദ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ട്രെയിനിങ്ങിന്, പരിശീലനത്തിന്, ഗവേഷണത്തിനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. എവിടെ? ഇൻ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ സർവീസസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങിനും അതുപോലെ റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. To provide the opportunities for training and research. പരിശീലനത്തിനും ഗവേഷണത്തിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുക, അതിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എവിടെ? ഇൻ ഓൾ സൈഡ്സ് ഓഫ്, എല്ലാ വശങ്ങളിലുമുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളുടെ, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ, ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങള്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ എല്ലാ തലങ്ങളിലുമുള്ള ട്രെയിനിങ്, റിസർച്ച്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നൽകുക. അടുത്ത നോക്കിയേ, ടു റിനോവേറ്റ്. റിനോവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നവീകരിക്കുക. ടു റിനോവേറ്റ്, നവീകരിക്കുക. The knowledge and the skills of health and hospital administrators and other personnel included in the management of healthcare organizations by way of continuous education and research. എന്താ പറഞ്ഞേക്കുന്നേ?
ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്താ പറഞ്ഞേക്കുന്നേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ എട്ടാമത്തെ പോയിന്റ് അല്ലേ, എട്ടാമത്തെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും മറ്റു സ്റ്റാഫുകളും അവർക്കിടെയൊക്കെ നോളജ്, അറിവും കഴിവുകളും നവീകരിക്കുക. To renovate, നവീകരിക്കുക the knowledge and skills of health and hospital administrator and other personnel. കണ്ടോ, എവിടെ ഉൾപ്പെട്ടിരിക്കുന്നതാ? The management of healthcare organization. Included in the management of healthcare organization by way of continuous education and research. തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ഗവേഷണത്തിലൂടെയും ഒക്കെ ഈ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റുള്ള സ്റ്റാഫുകളില് ഇവരുടെയൊക്കെ അറിവും സ്കില്ലും റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. ഇത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി അവിടെ. To renovate the knowledge and the skills of health and hospital administrator and other personnel. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ മറ്റുള്ള സ്റ്റാഫുകളുടെ ഇവരുടെയൊക്കെ കഴിവുകളും അറിവും നവീകരിക്കുക. ഓക്കെ, കുഞ്ഞതായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ, നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോകാൻ വേണ്ടി. Okay, next point, ഒമ്പതാമത്തെ. To encourage and grant recognition to research in the field of health and hospital management and to award awards, scholarship and assistance in other suitable forms to deserving individuals and institutions. To encourage ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, to encourage. Grant recognition ചെന്ന വലിയ അംഗീകാരം നൽകുക. And grant recognition. Okay. Health and hospital management. Health and hospital management മേഖലകളിലെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന് നല്ലൊരു അംഗീകാരം, വലിയൊരു റിക്കഗ്നീഷൻ, അംഗീകാരം നൽകുന്നതിനും അർഹമായിട്ടുള്ള വ്യക്തികളിൽ നിന്നും, ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വ്യക്തികളും അതുപോലെ സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ മറ്റു രൂപങ്ങളിൽ അവർക്ക് അവാർഡ്സും സ്കോളർഷിപ്പ് സഹായവും അസിസ്റ്റൻസ്, അവാർഡുകളും സ്കോളർഷിപ്പ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക. To encourage, പ്രോത്സാഹിപ്പിക്കുക. Grant recognition, വലിയ അംഗീകാരം നൽകുക. എന്തിനാ? To research in the field of health and hospital management. Health and hospital management മേഖലയിലെ റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുള്ള വലിയ അംഗീകാരം പ്രോത്സാഹിപ്പിക്കുക. And to അക്കോർഡ്സ്, അവാർഡുകള്, സ്കോളർഷിപ്പ് അസിസ്റ്റൻസ്, സഹായങ്ങളും നൽകുക. എവിടെന്ന്? In other suitable forms to deserving individuals and institutions. അർഹമായിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങൾക്കും ഒക്കെ അനുയോജ്യമായ രൂപങ്ങളിൽ നിന്നും അവാർഡുകളും സ്കോളർഷിപ്പുകളും സ്കോളർഷിപ്പ് അസിസ്റ്റൻസ്, സ്കോളർഷിപ്പ് സഹായങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ? ആ പോയിന്റ് ക്ലിയർ ആണെന്ന് നോക്കി. നമ്മളെ എത്രാമത്തെ? ഒമ്പതാമത്തെ പോയിന്റ് അല്ലേ? ഒമ്പതാമത്തെ പോയിന്റ് നോക്കി, ചെറുതാക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് വായിച്ചു വെക്കുക. To encourage and grant recognition, പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ വലിയ അംഗീകാരം പ്രൊവൈഡ് ചെയ്യുക. എവിടെ? To research in the field of health and hospital management. Health and hospital management മേഖലയിൽ വരുന്ന ഗവേഷണങ്ങളെ, അതിനുള്ള വലിയ അംഗീകാരവും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? To award awards, അവാർഡുകള്, സ്കോളർഷിപ്പ് അസിസ്റ്റൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിന് അനുയോജ്യമായ വ്യക്തികള്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്കൊക്കെ
മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അവാർഡുകളും സ്കോളർഷിപ്പും സഹായങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കിട്ടിയോ? ഇത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടു എൻകറേജ് ആൻഡ് ഗ്രാന്റ് റെക്കഗ്നേഷൻ ടു research in the field of health and hospital management and to accord awards, scholarship, assistance. സഹായങ്ങളും അവാർഡുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കി, 10ാമത്തെ എന്താ? To function as advisory or consultative body. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. അതില് എന്തായിട്ട്? ഒരു അഡ്വൈസറി അല്ലെങ്കിൽ ഒരു കൺസൾട്ടേറ്റീവ്, ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. To function as advisory or consultative body, ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. In the best interest of community and country, to central and state government, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organizations when need so emergence or services are demand for. എന്താ പറഞ്ഞേക്കുന്നേ? കണ്ടോ, അതൊരു വലിയൊരു സെന്റൻസ് ആണ്. ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. എന്തെങ്കിലും സേവനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡുകളോ വരുന്ന സമയത്ത് നമ്മുടെ ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങള്, താല്പര്യങ്ങള് നിലനിർത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും, ഏതൊക്കെ? Central and state government, public sector undertaking, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization തുടങ്ങിയ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേറ്റീവ് ബോഡി അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. എന്തെങ്കിലും സേവനങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഡിമാൻഡുകളോ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെയും ഈ കമ്മ്യൂണിറ്റിയുടെയൊക്കെ ആവശ്യങ്ങള്, താല്പര്യങ്ങളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ താല്പര്യങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേറ്റീവ് ഓർ അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ടു ഫങ്ഷൻ ആസ് അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. ഇനി നോക്കിയേ, ഇനി അതുപോലെ തന്നെയാണ് അടുത്തത്. ടു help to prepare SOPs. SOPs എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അത്രയുള്ള പോയിന്റിൽ ശരിക്കും ടു ഹെൽപ്പ് ടു പ്രിപ്പയർ സോപ്സ്, മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ബുക്സ് on healthcare management, quality and accreditation, healthcare technology, healthcare industry related subject, textbook for health management, course for benefits of the students and faculty, hospital and healthcare organization and academic institutions. ഇവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, മാനുവൽസ്, ലിറ്ററേച്ചർ, ബുക്സ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അവരെയൊക്കെ ബുക്കുകളൊക്കെ തയ്യാറാക്കാൻ, അതായത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഈ പറയുന്ന താഴെ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സബ്ജക്റ്റുകൾക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്ക് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിന് ഗുണപ്രദമാകുന്ന ഈ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകള്, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടി അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബുക്കുകള്, ലിറ്ററേച്ചർ,
ലിറ്ററേച്ചർ, മാനുവൽസ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ആ കുഞ്ഞു സെന്റൻസ് ആയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹെൽപ് ടു പ്രിപ്പയർ സോഫ്റ്റ് മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ്. ക്ലിയർ അല്ലേ? അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ആ പറയുന്ന എല്ലാത്തിനും വേണ്ടിയിട്ട്, എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അടുത്തത് നോക്കിയേ, 12ാമത്തെ പോയിന്റ് എന്താ? To tackle professional consultancy in the field of health system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities. ഹെൽത്ത് സിസ്റ്റം മുതൽ പറഞ്ഞു പോവാട്ടോ. ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റിന്റെ പിന്നെ അതുപോലെ തന്നെ ഏതാണ്? ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച അവരുമായിട്ടുള്ള ഒരു മികച്ച അഭിപ്രായങ്ങൾ ആരായിരിക്കും? ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, ഒരു മികച്ച അഭിപ്രായങ്ങള് ആരായുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുമായി, അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്, ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഓവറോൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി ഉണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ആളുകളുമായിട്ട് മികച്ച എന്നീ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മികച്ച അഭിപ്രായങ്ങൾ ആരായുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശക ബോഡിയായിട്ട്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ചുറ്റാക്കൽ എന്ന് പറഞ്ഞാൽ നേരിടുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. പ്രൊഫഷണൽ കൺസൾട്ടൻസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇത് വലിയ വലിയ പോയിന്റ്സ് ആണുള്ളൂ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ്. അവിടെ തുടങ്ങി നിങ്ങൾ നോക്കണം. ഹെൽത്ത് സിസ്റ്റം മുതൽ ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഉണ്ടോ? തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള മെച്ചപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി, ഒരു ഉപദേശക ബോഡിയായിട്ട് ഒരു അഭിപ്രായങ്ങള് അത് ആരായുകയും അത് വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുകയും അതെല്ലാവരും നമ്മുടെ ഈ എല്ലാ സൗകര്യങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ടു കണ്ടക്ട് ഇന്റർ hospital or institution award competition on different parameters to bring competitiveness for enhancing health care quality and training. Health care quality ഒരു ആരോഗ്യ പരിരക്ഷയുടെ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുക. ഒരു ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരം, അതിന്റെ പരിശീലനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു എന്താ പറയാ
എവിടെ വരെ അണ്ടർലൈൻ ചെയ്യണ്ടേ എന്നുള്ളത് അല്ലെ. 12ാമത്തെ ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, അത്രയും നോക്കി വെക്കുക. ആ ഫീൽഡില് വന്നേന്നുള്ളത് അത്രയും മതി. ഒരു ഉപദേശക ഒരു ബോഡിയായിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ മെച്ചപ്പെടുത്തലിന് വേണ്ടിയിട്ട് ആ ഒരു ഈ മേഖലകളുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന മികച്ച അഭിപ്രായങ്ങൾ ആരായുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്തിനു വേണ്ടി? ഈ പറയുന്ന എല്ലാത്തിന്റെയും ഓവറോൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി അതിന്. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞേക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരവും അതിന്റെ ഒരു പരിശീലനവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായിട്ട് വിവിധ മാനദണ്ഡങ്ങളിലുള്ള ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇത്രയും അണ്ടർലൈൻ ചെയ്യുക. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ. എന്തിനു വേണ്ടി? ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. ഫോർ എൻഹാൻസിങ് ദ ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. ഒരു ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരവും പരിശീലനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കോമ്പറ്റീറ്റീവ്നെസ്, ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. To conduct inter-hospital or institutions award competition. അത്രയും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി അവിടെ. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി. To realize and make facility to the individual who have made extraordinary and significant contribution in the field of health and hospital management in general, to the academy in particular. Health hospital management മേഖലയിൽ പൊതുവെ അക്കാദമിക് മേഖലയിൽ ഒരു അസാധാരണമായിട്ടും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് സംഭാവന നൽകിയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി അല്ലെ, അതിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വ്യക്തികളെ അവരെ അത് തിരിച്ചറിയുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുക. ടു റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ റിയലൈസ് എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചറിയുക. ആൻഡ് മേക്ക് ഫെസിലിറ്റി, അവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആർക്ക്? ടു ദ ഇൻഡിവിജ്വൽ ഹു ഹാവ് മെയ്ഡ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് പ്രത്യേകിച്ചും അക്കാദമിക് മേഖലയിൽ വരുന്ന അതിന് ഒരു എക്സ്ട്രാ ഓർഡിനറി നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ സംഭാവന നൽകിയ വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. To realize and make the facility to individuals who have made extraordinary and significant contribution in the field of health and hospital management. Clear ആയില്ലേ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവിടെ നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അതില് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകളെ അവരെ തിരിച്ചറിയുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയുള്ളതാണ്. ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എക്സാമിന് ഇതിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. രണ്ടും നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കുമ്പോൾ പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് അതൊന്നും മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നു എന്നുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഓക്കെ, അത് അതിനനുസരിച്ച് ഒന്ന് വായിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചില്ലേ, കുഞ്ഞിലാക്കി തന്നില്ലേ, അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് ഇതിനകത്ത് നമ്മൾ ഇത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു.
ഏറ്റവും 14ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വരെ കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ വളരെയധികം സംഭാവന നൽകിയ ആളുകള്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകള്, അവരെ തിരിച്ചറിയുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങള് കൊടുക്കുകയും ചെയ്യുക. ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളാണ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങള്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളെ കുഞ്ഞിതാക്കി നോട്ട് ചെയ്ത് വെച്ചില്ലേ, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചില്ലേ, അത്രയും ഒന്ന് നോക്കി വെക്കാം. പെട്ടെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം. ഇപ്പൊ പുതിയതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നോക്കി, ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്ന, അവയർനെസ്. എല്ലാ തലങ്ങളിലുമുള്ള ആളുകളില് or then get to promote awareness of health care among all section of the people. എല്ലാ തലങ്ങളിലുമുള്ള ആളുകളില് ഒരു ഹെൽത്ത് കെയർ അവയർനെസ് അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all section of people. ഇനി രണ്ടാമത്തെ ആർക്കടെ, ടു പ്രൊമോട്ട് ദ അവയർനെസ് among functionaries. ആദ്യം ആളുകളുടെ പറഞ്ഞത്, രണ്ടാമത്തെ അവിടെ ഫങ്ഷണറീസ് അതായത് സ്റ്റാഫുകള് അല്ലെങ്കിൽ അവർക്കിടെ ഉദ്യോഗസ്ഥര്, അവർക്കിടെ ഇടയിൽ ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ എന്താണ്, ടു എൻകറേജ് ദ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത്രയും മതി. എന്താ ചെയ്യുക, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്താ, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സർവീസുകൾ, ഇതിനെയൊക്കെ വികസിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അതിന്റെ ഒരു ഡെവലപ്മെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അടുത്തത് എന്താ, ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ among health and hospital planners. ഈ പറയുന്ന ആളുകളുടെ ഇടയിൽ എന്താണ്, അവർക്കുടെ ഐഡിയാസും ഇൻഫർമേഷനും കൈമാറുന്നതിനുള്ള മീറ്റിങ്ങുകള് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ് മീറ്റിങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അടുത്ത എന്താ, ടു ഇവോൾവ് ദ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. To evolve the norms and standards for accreditation of the healthcare organizations. Healthcare organization accreditation വേണ്ടിയുള്ള നോംസ്, നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും വികസിപ്പിക്കുക. ടു ഇവോൾവ് എന്ന് വെച്ചാൽ വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ്. To evolve norms and standards for accreditation of the healthcare organization. അത്രയും നമ്മൾ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള എന്താണ്, നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും വികസിപ്പിക്കുക. പിന്നെ അടുത്തത്, ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ദ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇതിലൊക്കെ എല്ലാ വശങ്ങളിലുമുള്ള ഗവേഷണങ്ങളെ, ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്ത്, ടു റിനോവേറ്റ് ചെയ്യാൻ നവീകരിക്കുക the knowledge and skills of health and hospital administrators and other personnel. Health and hospital administrators, മറ്റുള്ള സ്റ്റാഫുകള്, ഉദ്യോഗസ്ഥര്, ഇവർക്കിടെയൊക്കെ നോളജ്, സ്കിൽസ് ഇതെല്ലാം നവീകരിക്കുക. പിന്നെ അടുത്ത എന്താ, ടു എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക, ഗ്രാന്റ് റിക്കഗ്നേഷൻ അംഗീകാരം കൊടുക്കുക, ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അക്കോർഡ് അവാർഡ്, സ്കോളർഷിപ്പ്, അസിസ്റ്റൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് വലിയൊരു അംഗീകാരം കൊടുക്കുക. എവിടെ, ടു റിസർച്ച് ഇൻ ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസർച്ച്, അതിലൊക്കെ ഉൾപ്പെടുന്ന അതിന് റിസർച്ചുകൾക്കൊക്കെ വലിയൊരു അംഗീകാരം കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് അവർക്ക് അവാർഡുകൾ, സ്കോളർഷിപ്പ്, സഹായവും എല്ലാം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്തത് എന്താ, ഒരു അഡ്വൈസറി അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക.
പിന്നെ അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, എന്തിനു സഹായിക്കാം? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, മാനുവൽസ്, ലിറ്ററേച്ചർ, ബുക്സ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അടുത്ത് നോക്കിയേ, ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, ഒരു ഉപദേശക ബോഡിയായിട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ആ പറയുന്ന എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി ആയിട്ട് നിൽക്കുക. ടു ടാക്കിൾ, നേടുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക ഈ ഫീൽഡില്. ഇതിലൊക്കെ എന്തിനു വേണ്ടി? ഈ എല്ലാ പറയുന്ന സ്ഥാപനങ്ങളുടെയും എല്ലാം മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റ് വേണ്ടി, അതിനുള്ള സൗകര്യങ്ങളുടെ മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇന്റർ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകള്, അതില് സിഗ്നിഫിക്കന്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികള്, ഇൻഡിവിജ്വൽസ്, അവരെ റിയലൈസ് ചെയ്യുക, അവരെ തിരിച്ചറിയുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് കൊടുക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഒരുപാട് അത് നമ്മൾ ഫോഴ്സ് ചെയ്ത് നോക്കണ്ട, എന്നുവെച്ചാൽ അത് രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ആ അണ്ടർലൈൻ ചെയ്തിട്ട് അത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ഹെൽത്ത് കെയർ ഒരു അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയേ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ which researchers use and supporting evidence for expanding the health of the population. ഒരു എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷന്റെ, ഒരു ജനസംഖ്യയുടെ സ്വഭാവത്തിന്റെ ഒരു കാൽക്കുലബിൾ, മൂലവത്തായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ഒരു പോപ്പുലേഷന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു മൂല്യവത്തായിട്ടുള്ള സവിശേഷതകളായിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ കണക്കാക്കുന്നത്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിസർച്ചേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ് ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ, ഒരു ജനസംഖ്യയുടെ ആരോഗ്യത്തെ വിശദീകരിക്കാനുള്ള ഒരു എവിഡൻസ് ആയി, ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, ഇപ്പൊ വാക്സിൻ എടുത്താൽ, അല്ലെ, വാക്സിൻ എടുത്താൽ ഒരു പോപ്പുലേഷനിൽ എത്ര പേര് വാക്സിൻ എടുത്തു, നമ്മൾ എങ്ങനെയാ അവിടത്തെ ആ ഒരു പോപ്പുലേഷന്റെ ഡേറ്റാസ് നമ്മൾ അനലൈസ് ചെയ്യും, അല്ലെ. അപ്പോഴാണ് നമ്മൾ ആ പോപ്പുലേഷനിലുള്ളവര് എത്ര ആളുകള് വാക്സിൻ എടുത്തു, അതനുസരിച്ചല്ലേ നമുക്ക് അവരുടെ ഹെൽത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ പോപ്പുലേഷനില് അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തില് ഇന്ന വാർഡിൽ എല്ലാവരും വാക്സിൻ എടുത്തു, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ എന്താ ആ ഡേറ്റാസ് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്താ അവിടുത്തെ നമ്മൾ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? എല്ലാവരും വാക്സിൻ എടുത്തു, എന്താണ് എല്ലാവരും ഓക്കെ ആണ്, ഹെൽത്തി ആണ്, വേറെ അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിസർച്ചേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട്. എന്തിനു വേണ്ടി? ഒരു ജനസംഖ്യയുടെ ആരോഗ്യത്തെ വിശദീകരിക്കുന്നതിനുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് സർവേ മെത്തഡോളജി. ഇത് എങ്ങനെയാ, എന്താ അവർ ഉപയോഗിക്കുന്നത്? സർവേ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. To collect the information about the population sample. ഒരു പോപ്പുലേഷൻ സാമ്പിള്, അതിൽ നിന്ന് ആ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ അവരെന്താ ഉപയോഗിക്കുന്നത്? സർവേ മെത്തേഡ്, സർവേ മെത്തഡോളജി. ഒരു പോപ്പുലേഷനിലെ സാമ്പിളിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞ്? സർവേ മെത്തഡോളജി. Use statistics to generate the information gathered to total population.
ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. സർവേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? റിസർച്ചേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട്. എന്തിനാ? ഒരു ജനസംഖ്യയുടെ ആരോഗ്യത്തെ വിശദീകരിക്കുന്നതിനുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ബാക്കി ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാട്ടോ. പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.